രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ശ്രീമതി സുജയ, ഒറ്റ വാചകം താങ്കളുടെ ചോദ്യത്തിലുള്ള മറുപടി കൂടി അതിനകത്തുള്ളത്. ആ ഡിഫൻസിനെ മുഴുവൻ പൊളിറ്റിക്കലി തന്നെ പൊളിക്കാൻ ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളൂ. മുൻകാലങ്ങളിൽ CPM-ഉം DYFI അടക്കമുള്ള സംഘടനകൾ ഇത്തരം വിഷയങ്ങൾ നടത്തിയിട്ടുള്ള സമരം, ആ സമരത്തിന്റെ നല്ല പാത തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കൾക്കറിയാമല്ലോ താങ്കളുടെ പാർട്ടിയിൽ തന്നെയുള്ള 2 MLA-മാർ അവർ കുറ്റാരോപിതർ എന്ന വാക്കിൽ ഒതുക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം എൽദോസ് കുന്നപ്പിള്ളിയുടെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. 2023 സെപ്റ്റംബറിൽ കൊടുത്ത പരാതിയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗവും വധശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു നിൽക്കുകയാണ്. എന്നിട്ടും എൽദോസ് കുന്നപ്പിള്ളി MLA ആയി തുടരുന്നത് ശരിയാണോ? താങ്കൾ ഒരു ജനപ്രതിനിധിയായി വരേണ്ട വ്യക്തിയാണ്, ഭാവിയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താങ്കളുടെ ഒരു ധാർമ്മികതയിൽ നിന്ന് പറയൂ, എൽദോസ് കുന്നപ്പിള്ളി MLA ആയി തുടരുന്നത് ശരിയാണോ? അല്ല ശ്രീമതി സുജയ, ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. നമ്മൾ ഒരാള് ഇപ്പം ശ്രീ മുകേഷ് കുറ്റവാളിയാണ് എന്ന് ഞാൻ കൺക്ലൂസീവായി പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ആർഗ്യുമെന്റുകളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ശ്രീ മുകേഷിനെ ഈ താങ്കൾ പറഞ്ഞ മറ്റ് ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അയാൾ ഹാബിച്വൽ ഒഫൻഡർ. അപ്പൊ താങ്കൾക്ക് ന്യായമായി ചോദിക്കാം, ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നീതീകരിക്കാൻ കഴിയുമോ? ഇല്ല, ഒഫൻസ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മുടെ പോയിന്റ് എന്താണ്? എന്തുകൊണ്ട് ശ്രീ മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്നു? നമ്മൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആരെങ്കിലും രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. ഈ ആരോപണം കേട്ട വേറെ ആരെങ്കിലും രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ? രഞ്ജിത്തിന് ഇത്തരം കേസുകളെ ഇപ്പോ ഒരാൾക്കെതിരായിട്ട്, ഇപ്പൊ ശ്രീമതി സുജയ്ക്കെതിരായിട്ട് ഞാൻ ഒരു ആരോപണം, ആക്ഷേപം ഉന്നയിക്കുകയാണ്. ആ ആരോപണം ശരിയാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ വിഷയത്തിനകത്ത് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യമാകണമെങ്കിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം. അതിനകത്ത് താങ്കൾക്ക് തർക്കമില്ലല്ലോ. ആ കുറ്റമറ്റ അന്വേഷണത്തിലൂടെ മാത്രമേ ഇപ്പൊ ഞാൻ ശ്രീമതി സുജയ്ക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ആ വിഷയത്തിനകത്ത് നടക്കുന്ന അന്വേഷണത്തെ സ്വാധീനിക്കുവാൻ പര്യാപ്തമായ പദവിയിലാണ് ശ്രീമതി സുജയ ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് ധാർമ്മികതയുടെ അളവുകോൽ കൂടുതൽ തന്നെയാണ് ശ്രീമതി സുജയ. അതിനകത്ത് തർക്കമില്ല. ശ്രീ മുകേഷിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ആർക്കൊക്കെ എതിരെ അലിഗേഷൻസ് വന്നിട്ടുണ്ട്? ശ്രീ ജയസൂര്യക്കെതിരായിട്ട് അലിഗേഷൻ വന്നിട്ടുണ്ട്, ശ്രീ മണിയമ്പിള്ള രാജുവിനെതിരായിട്ട് അലിഗേഷൻ വന്നിട്ടുണ്ട്, ശ്രീ സിദ്ദിഖിനെതിരായിട്ട് അലിഗേഷൻ വന്നിട്ടുണ്ട്, പിന്നെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരായിട്ട്. ബാക്കി ആരോടും നമ്മൾ അങ്ങനെ ഒരു മോറൽ ഗ്രൗണ്ട് ആവശ്യപ്പെടാതെ അതിനകത്ത് അന്വേഷണം മാത്രം നടക്കട്ടെ എന്ന് പറയുന്നതും ശ്രീ മുകേഷിന്റെയും രഞ്ജിത്തിന്റെയും വിഷയം സ്പെസിഫിക് ആയി എടുക്കുകയും ചെയ്യുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയം. ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ ജയസൂര്യക്ക് രാഷ്ട്രീയമുണ്ടല്ലോ. ശ്രീ ജയസൂര്യ പറയുന്ന പല രാഷ്ട്രീയവും പലപ്പോഴും BJPക്ക് അനുകൂലമായി മാറാറുണ്ടല്ലോ. എന്ന് കരുതി ശ്രീ ജയസൂര്യ ഏതെങ്കിലും വിഷയത്തിനകത്ത് മാറി നിൽക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ശ്രീ ജയസൂര്യക്ക് സ്വാധീനിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. രാഹുൽ അത് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാനത് ഇടപെടുകയാണ്. രാഹുൽ, ആ പോയിന്റ് ക്ലിയർ ആണ്. നിങ്ങളുടെ ഭാഗത്തുള്ള 2 MLA-മാരും സർക്കാരിന്റെ ഭാഗമല്ല. കാരണം തുടർച്ചയായി ഇടത് സർക്കാരാണ് ഭരിക്കുന്നത്. 2016 ശേഷം അധികാരത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ MLA-മാർ രാജിവെക്കണം എന്ന് പറയുന്ന വാദത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഒറ്റക്കാര്യം കൂടി രാഹുൽ, ഒറ്റക്കാര്യം കൂടി. എന്തുകൊണ്ട് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും, രാഹുൽ ഒന്ന് കേൾക്കൂ. താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒറ്റക്കാര്യം രാഹുൽ ഇതുകൂടി കേട്ടിട്ട് പറഞ്ഞോളൂ. രാഹുൽ, യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും സമരരംഗത്തുണ്ട്. പക്ഷേ കോൺഗ്രസ് ശക്തമായി ഒരു സമരത്തിലേക്ക് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്? എവിടെയോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് മാറി നിൽക്കുകയാണ് എന്ന് വേണ്ടി കരുതാൻ. 2 MLA-മാർ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അവരെ ഈ ധാർമ്മികതയുടെ പേരിൽ മാറ്റി നിർത്തുകയോ ആക്ഷൻ എടുക്കുകയോ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറുഭാഗത്തുനിന്നും ശക്തമായ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2023 സെപ്റ്റംബറിന് ശേഷം ചില പ്രതിഷേധങ്ങൾ, അതിനപ്പുറത്തേക്കൊന്നും തുടർച്ചയായ ആവശ്യമൊന്നും ഇടതുപക്ഷത്തു നിന്നും ഉയർന്നിട്ടില്ല. അപ്പോൾ ഈ സ്കോർ സെറ്റിൽ ചെയ്ത് നിങ്ങൾ തന്നെ അങ്ങ് അവസാനിപ്പിക്കുകയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുക, 2:1 കാര്യങ്ങൾ നിൽക്കുകയും ചെയ്യുമല്ലേ രാഹുൽ? അങ്ങനെ കേരളത്തിൽ CPM-ഉമായി ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും പ്രസ്ഥാനവും UDF സംവിധാനവും ഒന്നും മുന്നോട്ട് പോവുക തന്നെ ഇല്ല ശ്രീമതി സുജയ. ഇപ്പൊ സ്വാഭാവികമായിട്ടും താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ യൂത്ത് കോൺഗ്രസ് താങ്കൾക്ക് ബോധ്യമുള്ളതുപോലെ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്. യൂത്ത് കോൺഗ്രസ് അങ്ങനെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിൽക്കുമ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനകത്ത് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? അത് സംഘടനാപരമായി സ്വാഭാവികമായിട്ടും സമരം ചെയ്യേണ്ടത് പ്രത്യക്ഷ സമരം ചെയ്യേണ്ടത് ആദ്യ അജിറ്റേഷൻ നടത്തേണ്ടത് സ്വാഭാവികമായിട്ടും യുവജന പ്രസ്ഥാനവും മഹിളാ പ്രസ്ഥാനവുമാണ്. ആ ഉത്തരവാദിത്വം നല്ല ഗംഭീരമായി തന്നെ 2 പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശരി, അത് തുടരൂ. രാഹുൽ, മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. രാഹുലിന്റെ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് ഇതിനകം തന്നെ പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുമുണ്ട്. വളരെ നന്ദി പ്രതികരിച്ചു.